നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലും ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പോളിംഗ് ദിവസമാണ് ഇന്ന്. തമിഴ്നാട്ടിൽ ഈ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഒറ്റഘട്ടമായി. എന്നാൽ ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 152 മണ്ഡലങ്ങളിലെ ഏതാണ്ട് 3.6 കോടി വോട്ടർമാരാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗ്, റെക്കോർഡ് പോളിംഗിലേക്ക് പോകുന്ന തരത്തിലുള്ള പോളിംഗ് രാവിലെ 2 മണിക്കൂറിനകം നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ, അതായത് രാവിലെ 9 മണിക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 18.76% പോളിംഗാണ് ബംഗാളിൽ രേഖപ്പെടുത്തിയത്. ഇത് കനത്ത പോളിംഗ് ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 11 മണിക്കൂർ നീളുന്ന പോളിംഗ് ദിവസത്തിൽ ഓരോ മണിക്കൂറും 9% പോളിംഗ് നടന്നാൽ 100 കടക്കും, 100%-ലേക്ക് അടുത്തെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ആദ്യ മണിക്കൂറുകളിൽ നടക്കുന്ന പോളിംഗ് പിന്നീടുള്ള മണിക്കൂറുകളിൽ നടക്കണമെന്നില്ല. അതായത് ആദ്യ ദിവസം തൊഴിലിനും മറ്റും പോകുന്ന ആളുകൾ വൻതോതിൽ ആദ്യ മണിക്കൂറുകളിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ കാലാവസ്ഥ പ്രതികൂലമാണ്, ചൂടുള്ള ദിവസങ്ങളൊക്കെ ആയതിനാൽ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ടർമാരും ഉണ്ടാകും. പക്ഷേ വരും മണിക്കൂറുകളിൽ, അതായത് ഉച്ചയ്ക്കും മറ്റുമൊക്കെ ഉള്ള വരുന്ന മണിക്കൂറുകളിൽ ഈ രീതിയിൽ പോളിംഗ് നടക്കണമെന്നില്ല. എന്നാലും ആദ്യ മണിക്കൂറിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ 2 മണിക്കൂറിൽ തന്നെ 18.76% പോളിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് കനത്ത പോളിംഗ് ആണ്. വലിയ ഒരു തരംഗം ഈ പോളിംഗിൽ നിഴലിക്കുന്നുണ്ട്. അത് മമതയ്ക്ക് അനുകൂലമായ തരംഗമാണോ അതോ മമതാ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാര തരംഗമാണോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. കാരണം വലിയ തരംഗം തന്നെ പോളിംഗിലും നിഴലിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കനത്ത പ്രചരണമാണ് ബംഗാളിൽ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസും BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിൽ കനത്ത പ്രചരണം തന്നെ അവർ നടത്തുന്നു. ദേശീയ നേതാക്കളടക്കം ബംഗാളിലെത്തി അവർ വലിയ രീതിയിലുള്ള ഹൈ പവർ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു. 4ാം തവണയും അവിടെ അധികാരം പിടിക്കും എന്ന ഒരു അവകാശവാദവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തുണ്ട്. എന്നാൽ ഇത്തവണ മമതാ ബാനർജിയെ താഴെ ഇറക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് BJPയും രംഗത്തുണ്ട്. ഇങ്ങനെ കനത്ത പ്രചരണം, അത് വലിയ രീതിയിലുള്ള ഈ ഹൈ പവർ പ്രചരണം മാത്രമല്ല, താഴെ തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രചരണമടക്കം രാഷ്ട്രീയ പാർട്ടികൾ ശക്തമാക്കിയിട്ടുണ്ട്. BJPയും തൃണമൂൽ കോൺഗ്രസും എല്ലാം ഇത്തരത്തിൽ ബൂത്ത് തലത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇതെല്ലാം തന്നെ പോളിംഗിലും ആവർത്തിക്കുന്നു എന്ന സൂചനയാണ് ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. 18.76% പോളിംഗ് കടന്നു എന്ന് പറഞ്ഞാൽ കനത്ത പോളിംഗിലേക്ക്, ഒരുപക്ഷെ റെക്കോർഡ് പോളിംഗിലേക്ക് പോലും ബംഗാൾ പോയേക്കാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിനു മുമ്പ് ഇന്നത്തെ ദിവസം അതിരാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഒരു വലിയ ആഹ്വാനം നൽകിയിരുന്നു. വലിയ രീതിയിൽ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെ നൽകിയ ആഹ്വാനം. എന്നാൽ ഈ ആഹ്വാനത്തിൽ അദ്ദേഹം ഒരു ഒളിയമ്പ് വച്ചിട്ടുണ്ട്. അദ്ദേഹം യുവാക്കളെയും വനിതകളെയും എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാക്കളും വനിതകളും വലിയ രീതിയിൽ ഈ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കണം. ഇവരെല്ലാം ഈ വോട്ടിങ്ങിൽ വലിയ രീതിയിൽ വോട്ട് ചെയ്ത് വലിയൊരു ഉത്സവമാക്കിയതിനെ മാറ്റണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് വനിതാ സംവരണ ബില്ലിനെ അടക്കം ഉദ്ദേശിച്ചിട്ടുള്ള വളരെ വിദഗ്ധമായി സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആഹ്വാനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. ആ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ പരാജയപ്പെടുകയായിരുന്നു. ഈ പരാജയത്തെ രാജ്യമെങ്ങും വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാക്കി മാറ്റാൻ BJP ശ്രമിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതമൊട്ടുക്കും പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാനുള്ള പ്രചാരണമാണ് BJP നടത്തിയത്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അവർ വലിയ പ്രചരണം, വനിതാ സംവരണ ബില്ല് തങ്ങൾ കൊണ്ടുവന്നു, വനിതകൾക്ക് 33% സംവരണം ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും നൽകാനുള്ള വളരെ പുരോഗമനപരമായ ഒരു നീക്കം നമ്മൾ നടത്തി. എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി. പ്രത്യേകിച്ചും ബംഗാളിൽ അവർ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി ഒരു വനിതയായിട്ട് കൂടി വനിതാ സംവരണ ബില്ലിനെ എതിർത്തു. വനിതാ സംവരണ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നതിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസ് മാറി. അതായത് സംസ്ഥാനത്തെ വനിതകളെ അവർ വഞ്ചിച്ചിരിക്കുന്നു എന്ന ഒരു പ്രചരണമാണ് BJP കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയത്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചുക്കാൻ പിടിക്കുന്ന, നേതൃത്വം
നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വോട്ടെടുപ്പ് ദിനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൽ അദ്ദേഹം യുവാക്കളെയും വനിതകളെയും എടുത്തു പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീറും വാശിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ട വീറും വാശിയുമാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിൽ നിഴലിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശത്തോടുകൂടി തന്നെ വോട്ടിങ്ങിൽ ബംഗാളിലെ ജനത പങ്കെടുക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു തരംഗത്തിലേക്ക് പോകും എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. മാത്രമല്ല, ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിൻ്റെ കാരണമായി പറയുന്ന മറ്റൊരു ഘടകം സംസ്ഥാനത്ത് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള SIR ആണ്. വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന കടന്നതോടുകൂടി ഈ മരിച്ചുപോയവർ, അതുപോലെ തന്നെ 2 ഇരട്ട വോട്ടുകൾ, ഇതെല്ലാം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. മാത്രമല്ല, അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി നുഴഞ്ഞു കയറിയ ഒട്ടനവധി ആളുകൾ പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ വർഷങ്ങളായി ഇടം നേടിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ SIR നടന്നതോടുകൂടി തുടച്ചു നീക്കപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ള വിദേശികളെല്ലാം നാടുവിടുന്ന സാഹചര്യം പോലും SIR നടപ്പാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. 12% കുറവാണ് SIR ശേഷം ബംഗാളിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടായത്. ഇത് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മാത്രമല്ല, കേന്ദ്ര സേനയുടെ സാന്നിധ്യം, ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള കേന്ദ്ര സേനകളുടെ ഒരു വിന്യാസം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ പോലും കാരണമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് SIR വിരുദ്ധ സമരം അക്രമാസക്തമാവുകയും 7ഓളം വരുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനത്ത് അനധികൃതമായി ബന്ദികളാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. 10,000-കണക്കിന് ജനങ്ങളാണ് 7 ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി 9 മണിക്കൂറുകളോളം ബന്ദികളാക്കിയത്. ഇവരിൽ 3 പേർ വനിതകളായിരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ അവസാനം വരുന്നു. സംസ്ഥാന പോലീസ് ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കേന്ദ്ര സേനയുടെ സഹായത്തോടുകൂടി സുപ്രീം കോടതിയാണ് പിന്നീട് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സേനയെ വിളിക്കണമെന്നും സംസ്ഥാനത്ത് കേന്ദ്ര സേനകളെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ ഏറ്റെടുക്കുന്നു. 2.5 ലക്ഷത്തോളം വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളെ സംസ്ഥാനത്ത് വിന്യസിക്കുന്നു. ഈ സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ കൊൽക്കത്തയിൽ യോഗം ചേരുന്നു. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഇങ്ങനെ അനധിസാധാരണമായ ചില സംഭവ വികാസങ്ങളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനാണ് കേന്ദ്രസേന സംസ്ഥാനത്തുള്ളത് എന്നൊക്കെ മമതാ ബാനർജി ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കേന്ദ്ര സേന സംസ്ഥാനത്തുള്ളത് വോട്ടർമാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുവെന്നും ഭീതിയോ ഭയമോ ഇല്ലാതെ വോട്ടർമാർ ഒന്നടങ്കം വോട്ട് ചെയ്യാനായി രംഗത്ത് വരുന്നുവെന്നുമാണ് ഈ പോളിംഗ് ശതമാനം കാണിക്കുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നിന്നടക്കം അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെല്ലാം തന്നെ സംസ്ഥാനത്ത് എത്തിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരുന്നു. ഇത് സംസ്ഥാനത്ത് നടന്ന പ്രചരണം, വാശിയേറിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതും പോളിംഗ് ശതമാനം ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നത്. അവർക്ക് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവർക്ക് എത്തണമെന്ന മോഹമുണ്ടെങ്കിലും ഈ ഏജൻസികളും കമ്പനികളും ഒന്നും ഇവരെ വിടാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, യാത്രാ സൗകര്യങ്ങൾ, കേരളത്തിൽ നിന്നടക്കം ബംഗാളിൽ തിരിച്ചെത്തുന്നതിന് തീവണ്ടികൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ട് ആഡംബര ബസ്സിലടക്കം തൊഴിലാളികൾ, അന്യസംസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതെല്ലാം പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വരുന്നു. വൻതോതിൽ യുവാക്കളോടും വനിതകളോടും അദ്ദേഹം ആഹ്വാനം നടത്തുന്നു. ആ ആഹ്വാനത്തിൻ്റെ തൊട്ടു പിന്നാലെ ബംഗാളിൽ കനത്ത പോളിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബംഗാളിൽ ഭരണം തിരിച്ചുപിടിക്കാൻ 15 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം, അല്ലെങ്കിൽ 15 വർഷത്തെ കുത്തക ഭരണത്തിന് ശേഷം മമതാ ബാനർജിയെ താഴെ ഇറക്കാനും BJPക്ക് ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ ഉണ്ടാക്കാനും കഴിയും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതിന് വനിതാ സംവരണ ബില്ലടക്കം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രചരണ രംഗത്ത് വനിതകളെ ഈ മമതാ ബാനർജി സർക്കാർ വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഭാഗത്തു നിന്നാകട്ടെ അവർ കനത്ത ആത്മവിശ്വാസത്തിലാണ്, അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം 4ാം തവണയും മമതാ ബാനർജിക്ക് അധികാര തുടർച്ചയുണ്ടാകും എന്ന് വിവിധ
അഭിപ്രായ സർവേകളെല്ലാം രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷേ പ്രചരണം കൊഴുക്കും തോറും BJP ശക്തി ആർജിക്കുന്ന ഒരു ട്രെൻഡും ബംഗാളിൽ വളരെയധികം പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണം ഏതു രീതിയിലേക്ക് പോകും, അന്തിമ ഫലം ഏതു രീതിയിലേക്ക് പോകുമെന്നൊന്നും അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കനത്ത പ്രചരണത്തിനൊടുവിൽ കനത്ത പോളിംഗ് നടക്കുകയാണ്. മാത്രമല്ല പശ്ചിമ ബംഗാളിൽ അങ്ങിങ്ങ് അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ മുർഷിദാബാദിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. അവിടെ ഒരു പെട്രോൾ ബോംബ് സ്ഫോടനമുണ്ടായ സാഹചര്യമുണ്ട്. പല ബൂത്തുകളിലും ഈ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തടയുന്നുവെന്ന പരാതികൾ വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ചിലയിടങ്ങളിൽ ഈ വോട്ടർ പട്ടികയ്ക്ക് സാങ്കേതിക തകരാർ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ സാങ്കേതിക തകരാർ ഉടൻ പരിഹരിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗുമായി മുന്നോട്ട് പോവുകയുമാണ്.